ശരണ്യ എന്താ ഇന്ന് എന്താണ് പാചകം? ഇനി നമുക്ക് പാചകം നമ്മുടെ മത്തിക്കറിയും പിന്നെ നമുക്ക് കാബേജ് മെഴുക്കുവരട്ടി വെച്ചാലോ? ശരി, കാബേജ് മെഴുക്ക് വരട്ടിയാ? ഓ, ഞാൻ വേറെ വർത്താനത്തിലായി പോയോണ്ട് ചിന്തയിലായി. കാബേജ് മെഴുക്ക് വരട്ടാനാ? ഞാൻ ചോദിക്കാൻ പോയി എന്നാണെന്നറിയാമോ? ഈ പിച്ചാത്തി എന്നാത്തേട്ടാ തേക്കണം? ഇടികല്ലെല്ലാണോ? ഒന്ന് കാണിച്ചേ. ഈ ഇടികല്ല് പിച്ചാത്തി തേക്കാനുള്ളതാണ്. കൈ പോകും ശരണ്യ. പിന്നെ അപ്പൊ കാബേജ് മെഴുക്ക് വരട്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. നമുക്കറിയാമല്ല. പിന്നെ നമ്മുടെ നാടൻ മത്തിയുണ്ട്, നമ്മുടെ മത്തിക്കറിയുണ്ട്. മീനില്ലാത്ത പരിപാടിയില്ല. അപ്പൊ കൂട്ടുകാരെ, ശരണി ഈ മത്തിയൊക്കെ ഒന്ന് പറഞ്ഞു. ഹായ് കൂട്ടുകാരെ, ഷിജു ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇനി മീൻ വെട്ടുന്ന വീഡിയോയിലേക്ക് ആദ്യമേ പോകാം. അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, അവര് ആശുപത്രി പോയേക്കുക. അപ്പൊ അവരെ മൊത്തം നമുക്ക് മത്തിക്കറിയും വെച്ച് കാബേജ് മെഴുക്കുവരട്ടിയും വെക്കാം. അതെ, അപ്പൊ അച്ഛനും അമ്മയും പോണ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം കൂട്ടുകാരെ. അങ്ങനെ അതെ, അച്ഛനും അമ്മയും കൂടി ലാബിലെ റിസൾട്ടുമായിട്ട് ഡോക്ടറിനെ കാണാൻ പോവുകയാണ് അല്ലേ? എന്നാ റിസൾട്ട് കയ്യിൽ പിടിച്ചോ. കാരണം എന്താന്ന് വെച്ചെന്നാൽ അമ്മയ്ക്ക് BP ഒക്കെ കൂടുതലിൻ്റെ ഇടയ്ക്ക് ചെക്ക് ചെയ്യും. അപ്പം ഇപ്പോൾ നോർമലാണ്. അപ്പോൾ ഗുളിക ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എൻ്റെ ഇതിൽ ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അമ്മക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അതെ, അപ്പോൾ അതിനു വേണ്ടി 30 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ആ റിസൾട്ടൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പൊ പോയിട്ടൊക്കെ അങ്ങനെ കൂട്ടുകാരെ, ശരണ്യതേ പതിവ് പോലെ മത്തി വെട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ കാക്ക വെറുതും വിളിക്കണ്ട, ആരാണ്ട് വരുന്നുണ്ടെന്നോ? നേരാ, പണ്ടൊക്കെ ഇങ്ങനെ പറയണ കേക്കാം. അല്ലെ, കാക്കക്ക് കയറാനും പറ്റിയാണ്. പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം ഒന്ന് വെട്ടിയെടുത്തിട്ടൊക്കെ കാണിക്കാം. ശരണ്യ എന്തോ അല്ലേ, മത്തി വെട്ടി തീർന്നില്ലേ? ഇല്ലെന്നേ. അല്ലേ, കുറച്ചെടുത്താ പോരാ, ഞാൻ ബാക്കി വെച്ചേതി. പാടല്ലേ ശരണ്യക്ക് ഇത് ഇത്ര ഒന്നിച്ചിരുന്ന് വെട്ടണത്? അത് കുഴപ്പമില്ല, എനിക്ക് വറക്കാനും വേണ്ടേ. ആഹാ, എനിക്ക് വറക്കണം തോറത്താ ഞാൻ വെട്ടുന്നത്. എനിക്ക് തേങ്ങ അരച്ച കറി ഇഷ്ടമല്ല, വറുത്തതാണ് ഇഷ്ടം അല്ലേ? വറുത്തതാ ഇഷ്ടം. അപ്പൊ കൊറേ നാളായി വറുത്തിട്ട്. ഇനി ഞാൻ എന്തായാലും ഒന്ന് വറുത്ത് തിന്നാൻ പോവാം. വറുത്തിട്ടൊക്കെ 1-2 കഷ്ണമൊക്കെ വറുത്ത മീനൊക്കെ തിന്നെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, മത്തിയല്ലേ. ശരണ്യ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എപ്പോഴും നമ്മളോട് ചോദിക്കും, ഒരു ഹായ് പറയാമോ? പേര് പറഞ്ഞ് ഞാൻ മറന്നു പോയി, എനിക്ക് തോന്നണം ആർദ്ര അനീഷ് എന്നായിരിക്കും. ഒരു ഹായ് കൊടുക്കും. ആർദ്ര അനീഷിനൊരു ഹായ്. എല്ലാ കൂട്ടുകാർക്കും ഹായ് അല്ലേ? അപ്പൊ മീൻ വെട്ടണ കൈ കൊണ്ടാണ് ഹായ് തന്നത്, ക്ഷമിക്കുക. അപ്പൊ ഇതെല്ലാം വെട്ടിയെടുത്തിട്ടൊക്കെ കാണിക്കാം. അതെ, ഞങ്ങളുടെ വീടിന്റെ വാതിക്കാൻ നിന്നപ്പോ കൊറേ ചേച്ചിമാർ വന്ന് പറഞ്ഞ് നിങ്ങളുടെ വീഡിയോ കാണുന്നയാ. വീടിന്റെ വാതിക്കാൻ നിന്നപ്പോഴല്ലേ? പിന്നെ എന്നാൽ നമുക്ക് ഇതെല്ലാം വെട്ടിയെടുത്തിട്ടൊക്കെ കാണിക്കാം അല്ലേ കൂട്ടുകാരെ. അടുക്കള വാതിക്കൽ ഒരു കൃഷിത്തോട്ടം എന്ന് പറഞ്ഞ പോലെ ശരണ്യയുടെ പച്ചക്കറി ആണ്. പച്ചക്കറി എന്ന് വെച്ചെന്നാൽ പച്ചമുളക് അല്ലേ? പച്ചമുളകുണ്ട്, പിന്നെ നമ്മുടെ കോവയ്ക്കുണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റം ഒന്നും ചെയ്യുന്നില്ലല്ലേ? പിന്നെ അവിടത്തെ നമ്മളെ പച്ചമുളക് തൈ കണ്ടാ, മത്തി തേക്കണ ഇത് കണ്ടാ ശരണ്യ. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ശരണ്യത മത്തിയൊക്കെ നല്ല വൃത്തിക്ക് തേച്ച് അല്ലേ, തേച്ച് കഴുകി സെറ്റാക്കിയിട്ടുണ്ടല്ലേ. പിന്നെയും കഴുകണം. ഇതിപ്പോ കൊറേ പ്രാവശ്യം ഇങ്ങനെ വെള്ളത്തിയിട്ട് കഴുകിയല്ലോ. എനിക്ക് തൃപ്തിയാണ്. എത്രത്തോളം വെള്ളം തെളിയണം അത്രത്തോളം ശരണ്യ തേച്ച് കഴുകും. ഇങ്ങനെ നല്ല വൃത്തിയാക്കി. അപ്പൊ ശരണ്യ, ഈ ക്യാബേജ് അരിയണ്ടേ? ഞാൻ അരിഞ്ഞ് സഹായിക്കണം? ഞാൻ അരിഞ്ഞാൽ ശരിയാകത്തില്ലേ?
എന്നാ ശരി. അപ്പൊ ഞാൻ തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെ. തേങ്ങ അരക്കണം. ആ മത്തിക്ക്. കൂട്ടുകാരെ, അങ്ങനെ അടുക്കളയിലെ പാചകം ആനന്ദകരമാക്കാൻ കോണ്ടോപ്പ് കഴിച്ചിട്ടുണ്ടാന്ന് പാചകം അല്ലേ? ശരി ശരി, നടക്കട്ടെ. അല്ലേ, കറി അടപ്പേ വെച്ചില്ലേ? പിന്നെന്താ പിന്നെ മീൻ? ഇത് വറക്കാനുള്ള മീൻ. ആ, വറക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ഇങ്ങനെ മുറിച്ച് മുറിച്ച് രാഗി അല്ലേ? അത് വെക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ നമ്മുടെ കറി ഇവിടെ അടപ്പയിലാണ്. നമുക്ക് വിറക് കിട്ടിയായിരുന്നു, അപ്പൊ അടുപ്പോട്ട് വെച്ചു. ആണല്ലേ? അപ്പൊ ഇനി ഇത് വറക്കാൻ പോവുകയാണ്. ഇത് വറുത്തിട്ട് വേണം നമുക്ക് കാബേജ് ഇരുന്ന് കൊത്താനല്ലേ? അങ്ങനെ അതെ, കറി അങ്ങനെ വിറകടുപ്പയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് മൂടി വെക്കണ്ടേ ശരണ്യ? അത് മൂടേണ്ട കാര്യമില്ല, കാരണം തിളച്ചു പോയി അരപ്പ് പോയാൽ നമുക്ക് രുചി കാണത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ തന്നെ നിപ്പുണ്ടല്ലോ, അതുകൊണ്ട് മൂടി വെച്ചെന്നാ തിളച്ച് ചാടും അല്ലേ? തിളച്ച് ചാടും. എന്താ കാണിച്ച മീനൊക്കെ പെരട്ടി വെച്ചത് വെക്കാനായിട്ടൊക്കെ മത്തീനെ മുളക് പറ്റി വെച്ചു. നീച്ച് നേരം അതോടെ ഇരിക്കട്ടെ. എന്റെ ഷീച്ചാട്ടൻ ഇരുന്ന് ഫ്ലേവർ ആയിക്കൊണ്ടിരിക്കുക. കഞ്ഞിവെള്ളം എല്ലാം കുടിച്ചോണ്ട് അല്ലേ? ശരണ്യ എനിക്ക് കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പം കഞ്ഞിവെള്ളം കുടിച്ചോണ്ട് ശരണ്യാണ് സാധാരണ എഴുതാറുള്ളത്. അപ്പം ഞാനിങ്ങനെ എഴുതി ഒട്ടിക്കുകയാണ്. അത് ഒട്ടിച്ചതൊക്കെ കാണിച്ചു തരാവേ. കപ്പ, വെള്ളക്കപ്പ, പിന്നെ പക്കാവട. ഇനി അങ്ങോട്ട് സൈഡ് പോയാൽ മതി. അപ്പൊ കൂട്ടുകാരെ, ഞാൻ നമ്മുടെ കാബേജ് നീളത്ത് ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ തീർന്നു, കുറെ നേരമായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒട്ടിക്കാനെല്ലാം പോയോണ്ട്. അതെ, അപ്പൊ ഇതിനി മെഴുക്ക് വരട്ടിയിട്ട് കൂട്ടുകാരെ കാണിക്കാം. നമ്മുടെ മീൻ പറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ? മീൻ കറി തന്നെ ഒഴിക്കാം. കണ്ട, അതെ, മീൻ കറിയിൽ എണ്ണ ഒഴിച്ചോണ്ടിരിക്കുകയാണ്. ശരണ്യ, എവിടം വരെ ആയി നമ്മുടെ ക്യാബേജ് മെഴുക്ക് വെച്ചിട്ടുണ്ട്? സവോളൊക്കെ അരിഞ്ഞു വെച്ചാ? പിന്നെ നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടി ക്യാരറ്റ് അല്ല, ക്യാബേജ്. പിന്നെ അത്യാവശ്യം വേണ്ട സ്ഥലത്താണ് അറിയാമോ? കുരുമുളക് പൊടിയാ ഇതിന് രുചി വെക്കുന്ന ഐറ്റം. ഇത് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വീട്ടിൽ വെക്കുന്ന ഐറ്റം. പിന്നെ ഇതിപ്പോ ചൂടായ തീയൊന്നും കത്തിച്ചില്ലല്ലോ? തീ കത്തിച്ചു. അപ്പൊ ഇത് എണ്ണ നന്നായിട്ട് തിളച്ച് ചൂടാവണം. ചൂടായി കഴിയുമ്പോ ആദ്യം നമ്മൾ എന്താന്നറിയാവോ? ഉപ്പ് ഇട്ട് കഴിയുമ്പോ നമ്മൾ സവോള. എന്നാ ഇത് പറയണ്ട, അങ്ങോട്ട് ഇട്ടോ ശരണ്യ. എണ്ണ മൂക്കണല്ലേ? പിന്നെ ശരണ്യ, വേറൊരു കാര്യമുണ്ട്. ക്യാബേജ് മെഴുക്ക് വിട്ടിട്ട് ശരണ്യക്ക് കഴിക്കാം, ഞാൻ കഴിക്കത്തില്ല. ക്ഷമിക്കണം. സ്വന്തം കപ്പക്കാളിയല്ലേ നിൽക്കുന്നത്, നമുക്കൊരു പഴയെടുത്ത് തോരൻ വെച്ചാ പോരെ? കപ്പക്കാളി തോരന? കപ്പക്കാളി മറ്റേ പച്ചക്കായ? ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നമുക്ക് തൈറോയ്ഡ് ഉള്ളത് കൊണ്ടാണ് ക്യാബേജ് അങ്ങോട്ട് ഒഴിവാക്കുന്നത്. ആദ്യം തന്നെ ഉപ്പാണ് ഇടണ എണ്ണയിൽ. ഇത് അടിപൊളി കറിവേപ്പാണല്ലോ. ഉപ്പും കടുകും ഇങ്ങനെയാണോ ഇടണത്? സാധാരണ നമ്മൾ എണ്ണ തിളച്ച് കഴിയുമ്പോൾ കടുകാണ് ഇടണത്. ഇതെന്താണ് ഇത്? ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. എനിക്ക് പറഞ്ഞു തന്നെ ആള് ഇങ്ങനെ പറഞ്ഞു തന്നത്. രമാമ്മ ആയിരിക്കും പറഞ്ഞു തന്ന. ഇങ്ങനെ പറഞ്ഞു തന്ന. അമ്മയുടെ അമ്മ. തെറിച്ച് വീഴണുണ്ട്, ഞാൻ പറഞ്ഞ് സൂക്ഷിക്കണമെന്ന്. അപ്പൊ അങ്ങനെ അത് ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് ഇതായി വരട്ടെ അല്ലേ? നമുക്ക് കപ്പക്കാളിയിൽ ഒരു കോഴി എടുത്തോണ്ട് വന്ന് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി അരിഞ്ഞ് വെള്ളത്തിൽ ഇടാം. വേണം, ഞാൻ മീൻകറി മാത്രം കൂട്ടിക്കോളാൻ. ഞങ്ങൾ ഇത്രയും കറി കൂട്ടുമ്പോൾ ഒരാള് മാത്രം ഇങ്ങനെ പച്ചച്ചോറ് ചെയ്യുന്നത് ശരിയാണ്? പച്ചച്ചോറല്ല, ഞാൻ മത്തിക്കറി കൂട്ടിക്കോളാം. ഞാൻ വെച്ച് തരാം. വേണ്ട ശരണ്യ, തന്നാ മതി. ഇതെന്നെ എടുക്കാൻ പോണെന്നാണ്? കൊല എടുക്കാൻ പോണം. ഒരു വാഴ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു, അതിന്മേന്ന് കൊലയൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുക. ശരണ്യനെ കാണുന്നില്ല കേട്ടാ. എന്തേ, പഴുത്തും പോയാ? ഇതാണ് കപ്പക്കാളിക്കായ അല്ലേ? എന്നാ ബാ കൂട്ടുകാരെ, അങ്ങനെ ഇതൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരണ്യ അതേ മഞ്ഞപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്.
ശരണ്യ എന്തോ ഈ ഒരു കപ്പക്കാളിക്കാ മതിയാ അപ്പ ഒരെണ്ണം മതിയെന്നെ. ആ എല്ലാ കറികളും ഇല്ലേ. എല്ലാ കറിയിലും ഇല്ലേ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കണം. കുരുമുളക് പൊടി ചേർക്കുകയാണല്ലേ. പൊട്ടിയില്ല കവറ്. അങ്ങനെ കുരുമുളക് ഞങ്ങൾക്ക് മേടിച്ചത് തീർന്നല്ലേ. നമ്മൾ പൊടിച്ച് അതെ വെച്ചിട്ട് പാക്കറ്റാണ് മേടിച്ചത്. പാക്കറ്റ് പൊടിയല്ല, കുരുമുളക് മേടിച്ച്. നമ്മൾ തൂക്കി മേടിച്ചപ്പോ പൊടിച്ചിടാൻ വെക്കും, അത് തീർന്നു പോയി. ഇപ്പൊ കുരുമുളക് മേടിച്ച് ആ കവറോട് കൂടി പൊടിച്ച് അല്ലേ. അപ്പൊ നമുക്ക് ഇതിടാം. ആ അങ്ങനെ അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാബേജ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഇളക്കി കൊടുക്കണം. ഇനി ഇത് വെന്തിട്ടൊക്കെ കാണിക്കാം അല്ലേ. അപ്പൊ ആ നമ്മൾ പച്ചക്ക അരിഞ്ഞ് ഞാൻ വെള്ളത്തിലിടട്ടെ. ശരണ്യ എന്തോ ഇതെന്ത് പരിപാടിയാണ് ഈ കാണിക്കണ? തേങ്ങ ചെരണ്ട ശരണ്യക്ക് പാടാണെന്നറിയാം. ഭയങ്കര പാടാന്ന്. ഇത് ഞാൻ ചെരണ്ടി തരാന്ന്. അത് ഇച്ചിരി പോരാ, ഇത് ഞാൻ ഇച്ചിരി ചേർന്ന്. അതായത് ഞാൻ ചെരണ്ടി തരാം, എന്നെ വിളിച്ചാ പോരാ. ഞാനോട് ഇച്ചിരി ഇരിക്കട്ടെ. ഇപ്പൊ അവിടെ ചെയ്യണ ഇവിടെ ചെയ്യണ്ടയോ? ഞാൻ ചെരണ്ടി തരാം, മാറ്. ഞാൻ ചെരണ്ടി തരാം. അങ്ങനെ എനിക്ക് തേങ്ങ ചെറുത് തരുന്നുണ്ടല്ലേ. പിന്നെ എന്നോട് പറഞ്ഞാ പോരാ, ഞാൻ ചെരണ്ടി തന്നെ. ഞാനോട് ഇച്ചിരി ഇരിക്കട്ടെ എന്ന് ഓർത്താ. ചെന്നൈയുടെ കൈയൊക്കെ മുറിഞ്ഞാലേ ഇരുമേട്ട് കൊണ്ട് ഇതൊക്കെ സൂക്ഷിച്ചില്ലേ മുറി. ഇത് വലിയവര് ചെയ്യുന്നതാ. ഓ വലിയ ചേട്ടൻ, സോറി അറിഞ്ഞില്ല. ചെന്നൈക്ക് വേണമെങ്കിൽ ഞാനേ മറ്റേ ഇതിങ്ങനെ ചെരുട്ടണ എന്തോ ഒരു മെഷീൻ ഉണ്ടെന്നൊക്കെ പറയണ്ടേ. നമുക്ക് നോക്കാം. മേടിച്ചു തരുവോ? ആ എവിടെയെങ്കിലും കിട്ടുവാന്ന് നോക്കാം. ആ. കിട്ടുവാങ്കിൽ നമുക്ക് മേടിക്കാം. ആ അപ്പൊ ഇതുപോലെ ഒറ്റക്കാണെങ്കിലും ചെല്ലാൻ പറ്റും. ആ. നല്ല സൂക്ഷിക്കണം കൈയൊക്കെ. അപ്പൊ മൊത്തം ചെണ്ടിട്ട് കാണിക്കാം. ആ അമ്മരായി ശരണ്യ. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ കാബേജ് മെഴുക്കോട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ വെക്കാനേ അറിയത്തുള്ളൂ. ആ ഇത് തോരനല്ലേ? മെഴുക്കോട്ട്. ഇതാണോ മെഴുക്ക് വരട്ടി? ആ. അല്ല ഇതിന് മെഴുക്ക് വരട്ടി എന്ന് പറയുമ്പോ ചുമന്നിരിക്കണ്ടേ ശരണ്യ? ആ മുളക് ചേർത്ത് മറന്നുപോയി. ആ കളിയാണ്. ഞാനിത് തോരനായിട്ടേ കണ്ടിട്ടുള്ളൂ കേട്ടാ. കുറച്ച് മുളക് പൊടി കൂടെ ഇട്ടേക്കാം. എന്റെ ദൈവമേ, എന്റെ ശരണ്യ. എന്താ? ശരണ്യ എല്ലാം ഓർത്തോർത്ത് ചെയ്യുന്നതാണല്ലോ. ഞാൻ ഇച്ചിരി മുളക് പൊടി ഇട്ടുള്ളൂ കേട്ടോ. ആ അതുകൊണ്ടാണല്ലേ. അതുകൊണ്ടാണ്. അപ്പൊ അതെ കണ്ട മെഴുക്ക് വരട്ടി ഇപ്പൊ ചുമന്നൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മളെ വീട്ടിൽ വെച്ച് കൂട്ടിയപ്പോ ഇല്ലേ, ഇത് മഞ്ഞ നിറത്തിലായിരുന്നു വെച്ച പണ്ട് ഞാൻ കൂട്ടിയതാ. ആ ഞാൻ ആദ്യം കണ്ടപ്പോ എനിക്കത് തോരനായിട്ടാ തോന്നി. അങ്ങനെ പലതും തോന്നും. ചിരിക്കണോ പറഞ്ഞേച്ച്? ഇനി പച്ചക്കത്തോരനും വെച്ചിട്ട് പാത്രം മൊത്തം കഴുകാൻ കിടക്കുക. അപ്പൊ അത് കഴുകട്ടെ. കണ്ട കൂട്ടുകാരെ പച്ചക്ക അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. നമുക്ക് ഇതിന് വേറെ പാത്രം ഉണ്ടാക്കാം. കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ശരണ്യതേ അടുത്ത 2 ഐറ്റം നമ്മുടെ മത്തി അങ്ങോട്ട് വറുക്കാനും തുടങ്ങി. പച്ചക്ക തോരൻ വെക്കാനും തുടങ്ങി. പച്ചക്ക തോരൻ വെക്കാൻ തുടങ്ങി. കണ്ട കുറച്ച് പച്ചക്കായി അല്ല, എന്നാലും അത് തോരൻ വെക്കാൻ തുടങ്ങി. അപ്പൊ കണ്ട ശരണ്യ അങ്ങനെ ഇന്ന് മത്തിക്കറി അവിടെ വെച്ചിട്ടുണ്ടല്ലേ. കാബേജ് മെഴുക്കോട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിന് പച്ചക്കത്തോരൻ അതിന്റെ മുകളിൽ വരും. 4 ഐറ്റമാണ്. അപ്പൊ എന്റെ കൂട്ടുകാരെ എന്റെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മളെ കാബേജ് മെഴുക്കോട്ട് കണ്ട. ക്യാബേജ് മെഴുക്ക് വരട്ടി അല്ലേ? സൂപ്പർ അല്ലേ? ആ അടിപൊളി മെഴുക്ക് വരട്ടിയാണ്. ആ പിന്നെ നമ്മളെ മത്തി കുടംപുളി ഇട്ട് അതെ തേങ്ങ അരച്ച് കുടംപുളിയൊക്കെ കണ്ട തെളിഞ്ഞ് നിൽക്കുന്ന നല്ല അടിപൊളി മത്തിക്കറി. ഒന്ന് കഴിക്കാൻ തോന്നുന്നില്ലേ? അതെ അതെ ഈ മത്തിക്കറി കണ്ട ആരും ഒന്ന് കഴിച്ചു. അപ്പൊ എല്ലാരും പോലെ ഒന്നിച്ച് നമുക്ക് കഴിക്കാം. പിന്നെ വേറെ ഐറ്റം പിന്നെ നമ്മൾ കുറച്ച് പച്ചക്ക എടുത്ത് തോരൻ പച്ചക്കാത്തോരൻ അത് എനിക്ക് വേണ്ടി മാത്രം വെച്ചാണ്. പിന്നെ നമ്മളെ കുറച്ച് മത്തി എടുത്ത് വറക്കുകയും ചെയ്യും. അങ്ങനെ കണ്ട മത്തി വറുത്തത്. ആഹാ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ആ മത്തിക്കറി ഒന്ന് മൂടി വെക്കണം. പിന്നെ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സുഖമാണ്. പിന്നെ എല്ലാവർക്കും മഴയെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ ചെറിയായിട്ട് പെയ്തേ ഉള്ളൂ. അതെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത്. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.